ഏറ്റവും ഒടുവിൽ വർഗീയ കലാപം നടക്കുകയും വലിയ ഭരണകൂട അടിച്ചമർത്തൽ നടക്കുകയും ചെയ്ത സ്ഥലമാണ്. അവിടെ ഒരു മതവിഭാഗത്തെ തെരഞ്ഞു പിടിച്ച് അടിച്ചമർത്തുന്നു എന്ന വലിയ ആരോപണം നേരിടുകയും കോടതികൾ ഇടപെടുകയും ആ ഒഴിപ്പിക്കൽ നടപടി നിർത്തിവെക്കുകയും ചെയ്തതാണ്. അവിടെ ബുൾഡോസർ ഏറ്റവും ഒടുവിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോലും ഉപയോഗിക്കുന്നത് നമ്മൾ കണ്ടു. ആ ബുൾഡോസർ രാജിനെ പരാജയപ്പെടുത്തി നൂഹ് കോൺഗ്രസ് പിടിച്ചിരിക്കുന്നു. നൂഹിൽ അഫ്താബ് അഹമ്മദ് കോൺഗ്രസ് വലിയ വിജയം 46,293 വോട്ടിന്റെ വലിയ വിജയം നേടി. താഹിർ ഹുസൈനാണ് ഇന്ത്യൻ നാഷണൽ ലോക്ദളിന്റെ താഹിർ ഹുസൈനാണ് രണ്ടാം സ്ഥാനത്ത് വന്നത്. സഞ്ജയ് സിംഗ് ഭാരതീയ ജനതാ പാർട്ടിയുടെ സഞ്ജയ് സിംഗ് വലിയ തോൽവി ഏറ്റുവാങ്ങുകയും ചെയ്തു. നൂഹിലെ വിജയമാണ് ഹരിയാനയിൽ പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ വിജയം. ഹരിയാന നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മാധു, അവിടെ നോക്കൂ, കഴിഞ്ഞ തവണ 10 സീറ്റോടുകൂടി കറുത്ത കുതിരയായി മാറിയ JJP ചിത്രത്തിലില്ലെന്ന് മാത്രമല്ല ദുഷ്യന്ത് ചൗട്ടാല തോറ്റതല്ല, 5ാം സ്ഥാനത്താണ്. ദുഷ്യന്ത് ചൗട്ടാല 5ാം സ്ഥാനത്തായി പോയി. അതായത് JJP തകർന്നു, INLD തകർന്നു, ആപ്പിന് തുടങ്ങാൻ കഴിഞ്ഞില്ല. എല്ലാ പാർട്ടികളും അതായത് കോൺഗ്രസ് BJP ഡയറക്ട് ഫൈറ്റിന് ഇടയിൽപ്പെട്ട് ഞെരുങ്ങി നിശേഷം ഇല്ലാതായി പോയിരിക്കുന്നു ഈ ചെറിയ പാർട്ടികൾ. പക്ഷേ BJP വിരുദ്ധ വോട്ടുകൾ, അതായത് കോൺഗ്രസ് സമാഹരിക്കാൻ കഴിയും എന്ന് വിചാരിച്ച വോട്ടുകൾ ചിതറിച്ചു കളയാൻ ഇവയ്ക്ക് എല്ലാത്തിനും സാധിച്ചിട്ടുണ്ട്. ചെറിയ പെർസെന്റേജ് 200-ഓ 300-ഓ പരമാവധി 1000, പക്ഷെ അതൊന്നും വിജയത്തെ സ്വാധീനിച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാവുന്നതാണ്. വിജയം വലിയ മാർജിനുകളിലാണ് യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത്. ഈ ചെറിയ പാർട്ടികളൊന്നും ഒരു ഫാക്ടർ അല്ലാതായി മാറുകയും ജാട്ട് വേഴ്സസ് നോൺ ജാട്ട് എന്ന ഒരു സെനാരിയോ ഉണ്ടാവുകയും ജാട്ട് വോട്ടുകളിൽ കേന്ദ്രീകരിച്ച കോൺഗ്രസിന്റെ തന്ത്രം തിരിച്ചടിക്കുകയുമാണ് ഹരിയാനയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത്. ജാട്ട് ഇതര വോട്ടുകളുടെ വലിയ കേന്ദ്രീകരണം സംഭവിച്ചിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ആദ്യ സൂചനകളിൽ നിന്ന് തന്നെ വളരെ വളരെ വ്യക്തമാണ്. ജാട്ട് വോട്ടുകൾ കോൺഗ്രസിലേക്ക് പോയപ്പോൾ ജാട്ട് ഇതര വോട്ടുകൾ കോൺഗ്രസിൽ നിന്ന് മാറി BJPയിൽ കേന്ദ്രീകരിച്ചു. അതൊരു ബൈപോളാർ കോൺഗ്രസ്റ്റായി മാറി. BJP അല്ലാതെ വേറൊരു ഫോഴ്സ് അവിടെ ഉണ്ടായിരുന്നില്ല. അങ്ങനെ കോൺഗ്രസ് വേഴ്സസ് BJP എന്നുള്ളത് ജാട്ട് വേഴ്സസ് നോൺ ജാട്ട് എന്നതിലേക്ക് മാറുകയും ജാട്ട് ഇതര വോട്ടുകളുടെ കേന്ദ്രീകരണം വലിയ തോതിൽ കോൺഗ്രസിന് പരിക്കേൽപ്പിക്കുകയും ചെയ്തു. ഇത് മുൻകൂട്ടി കാണാനോ ജാട്ടിതര നേതാക്കളെ കൃത്യമായി രംഗത്തിറക്കാനോ കോൺഗ്രസിന് കഴിഞ്ഞില്ല. കുമാരി ഷെൽജയെ പോലെയുള്ള നേതാക്കൾ ആദ്യഘട്ടത്തിൽ വിട്ടുനിന്നതും കോൺഗ്രസിന് ഒരു കൊഹഷൻ ഇല്ലാതിരുന്നതും എല്ലാം ഭൂപീന്ദർ സിംഗ് ഹൂഡയുടെ തലയിൽ ഏൽപ്പിച്ചതും ഹൂഡ രാജ് എന്ന പ്രതീതി ഉണ്ടായതും ഇനി ജാട്ട് അപ്രമാദിത്വം എന്ന തോന്നലുണ്ടായതും ഒക്കെ കോൺഗ്രസിന് തിരിച്ചടിച്ചു. അടിത്തറയിലെ രാഷ്ട്രീയം വായിക്കാനുള്ള കഴിവുകേട് ഒരിക്കൽ കൂടി കോൺഗ്രസ് എന്ന ആൾക്കൂട്ട പാർട്ടിയുടെ അനിവാര്യമായ പതനത്തിന് ഹരിയാനയിൽ സാക്ഷ്യം വഹിക്കുകയാണ്. നമുക്ക് അവിടെ നിന്ന് അർജുൻ പീതാംബരൻ കൂടിയുണ്ട്. അർജുൻ, 70 സീറ്റ് പ്രതീക്ഷിച്ചിരുന്നു. റോത്തക്കിൽ ഹൂഡ കുടുംബത്തിന്റെ തട്ടകത്തിൽ അവിടെ ഇപ്പോൾ ഹൃദയം തകർന്നു നിൽക്കുകയാണല്ലോ പ്രവർത്തകർ. എന്തുകൊണ്ടു ഞങ്ങൾ തോറ്റു എന്ന് കോൺഗ്രസുകാർ പറയുന്നുണ്ടോ? എന്തുകൊണ്ട് തോറ്റു എന്നൊന്നും ഇവിടെ ആരും പറയുന്നില്ല. കാരണം അവരിപ്പോഴും ആ തോറ്റു എന്നുള്ള കാര്യം വിശ്വസിക്കാൻ തയ്യാറല്ല. ആദ്യം എന്നോട് 70 പറഞ്ഞെങ്കിൽ ഇപ്പോൾ ചിലർ 60 പറയുന്നുണ്ട്. പരാജയം സമ്മതിക്കാൻ ആരും തയ്യാറായിട്ടില്ല എന്നുള്ള ഒരു വാസ്തവമായി നിൽക്കുന്നു. പക്ഷേ രാവിലെ കണ്ട ആ ഒരു ഉന്മേഷമോ ആവേശമോ ഒന്നുമില്ല. എല്ലാവരിലും ഒരേപോലെ തന്നെ നിരാശയാണ്. ഇതാ എല്ലാവരും ഇരിക്കുന്നുണ്ട്, വട്ടം കൂടി ഇരിക്കുന്നുണ്ട് അവിടെ ഹുക്ക വലിച്ചുകൊണ്ട്. പക്ഷേ വലിയ രീതിയിൽ തന്നെ ഈ നിരാശ ഇവരെല്ലാവരുടെയും മുഖത്തുണ്ട്. നിലവിൽ ഹരിയാനയിൽ പ്രഖ്യാപിക്കപ്പെട്ട ഒരു സീറ്റ് അത് വിജയിച്ചിരിക്കുന്നത് കോൺഗ്രസ് ആണ്. മാത്രമല്ല നേരത്തെ നമ്മൾ പറഞ്ഞു ജുലാനയിൽ ഒരു റൗണ്ട് ഇനിയും എണ്ണാൻ ബാക്കിയുണ്ട്. വിനേഷ് ഫോഗട്ട് ലീഡ് ഉയർത്തിയിട്ടുണ്ട്. 6000-ന് തൊട്ടടുത്താണ് വിനേഷ് ഫോഗട്ടിന്റെ ലീഡ്. ഏകദേശം വിനേഷ് ജയം ഉറപ്പിച്ചു എന്ന് പറയാം. പക്ഷെ അപ്പോഴും ഒരു റൗണ്ട് കൂടി എണ്ണാൻ ബാക്കിയുണ്ട്. അതുകൂടി കഴിഞ്ഞാലായിരിക്കും ഔദ്യോഗിക പ്രഖ്യാപനം വരിക. പക്ഷെ അതൊന്നും കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു ആശ്വാസം നൽകുന്നതല്ല. അവർ പ്രതീക്ഷിച്ച 60-ഉം 70-ഉം ഒക്കെ എവിടെ എന്നുള്ള കാര്യം പ്രവർത്തകർ മുഖാമുഖം നോക്കി പലരോടും ചോദിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇങ്ങനെ കൂപ്പുകുത്തിപ്പോയത്? അതിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പഴിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ചിലരെങ്കിലും ഈ ജാതി സമവാക്യങ്ങൾ ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് അതെങ്ങനെയാണ് ഈ ജാട്ട് ഇതര വോട്ടുകൾ BJPയിലേക്ക് ഒഴുകിപ്പോയത് എന്നുള്ള കാര്യം ചർച്ച ചെയ്യാൻ ചിലർ മുതിരുന്നുണ്ട്. പക്ഷേ തോൽവി, ഇത്ര വലിയൊരു തോൽവി ഏറ്റുവാങ്ങാൻ പോകുന്നു എന്നുള്ള കാര്യം ഉൾക്കൊള്ളാൻ ഇവർ ഇതുവരെ തയ്യാറായിട്ടില്ല. അത് മാനസികമായി തയ്യാറായിട്ടില്ല നേതാക്കളും പ്രവർത്തകരും എന്നുള്ളതാണ് ഇവരുടെ ഒരു പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവാൻ സാധിക്കുന്നത്. മാത്രമല്ല ഇപ്പോഴും എന്തെങ്കിലും ഒരു അട്ടിമറി, എന്തെങ്കിലും ഒരു അത്ഭുതം സംഭവിക്കട്ടെ എന്നുള്ളൊരു വിശ്വാസത്തിൽ മാത്രമാണ് ഇനി പ്രതീക്ഷ വെക്കുന്നത് അത്ഭുതങ്ങളിലാണ്. പക്ഷേ ആ അത്ഭുതത്തിന് സാധ്യതയില്ല. മാധു, ജുലാനയിൽ 14 റൗണ്ട് പൂർത്തീകരിച്ചു. 5909 വോട്ടുകൾക്ക് വിനേഷ് ലീഡ് ചെയ്യാണ്. ഒറ്റ റൗണ്ട് മാത്രമേ ഉള്ളൂ. ഒറ്റ റൗണ്ടിൽ 5909 വോട്ട് മറിയില്ല. എങ്ങനെ പോയാലും വിനേഷ് ഫോഗട്ട് ജയിക്കും. വിനേഷ് ഫോഗട്ട് ജയിച്ചു എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒറ്റ റൗണ്ട് മാത്രം ബാക്കി നിൽക്കെ 5909 വോട്ടുകൾക്ക് വിനേഷ് ഫോഗട്ട് ലീഡ് ചെയ്യുന്നു എന്നതിൽ അർത്ഥം വിനേഷ് ഫോഗട്ട് ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്.
ഭൂപേന്ദ്ര സിംഗ് ഹൂഡയെ പോലെ തന്നെ മുഖം തരാതെ വട്ടത്തിലിരുന്ന് തോൽവി എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത, ഒന്നുറക്ക തർക്കിക്കാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ നിൽക്കുന്നവരെയാണ് നമുക്കവിടെ ഭൂപേന്ദ്ര സിംഗ് ഹൂഡയുടെ വീടിന് മുന്നിൽ കാണാൻ കഴിയുന്നത്. രാവിലത്തെ ആഘോഷം, 70 എന്ന ആത്മവിശ്വാസം, വിജയഭേരികൾ, മധുര വിതരണം ഇതെല്ലാം നിർത്തിവച്ചിരിക്കുന്നു. കോൺഗ്രസ് കൂടാരം അപ്പാടെ അടഞ്ഞു പോയിരിക്കുന്ന സാഹചര്യമാണ് ഹരിയാനയിൽ നിന്ന് കാണാൻ കഴിയുന്നത്. അപ്രതീക്ഷിതമായ, അവനവനെ തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത വമ്പൻ പരാജയം ഏറ്റുവാങ്ങുകയാണ് ഹരിയാനയിൽ കോൺഗ്രസ്. എന്തുകൊണ്ടാണ്, എവിടെയാണ് പിഴച്ചത് എന്നത് മാത്രം ചിന്തിക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ട്. സംസ്ഥാന നേതൃത്വം അതിന് പഴി കേൾക്കേണ്ടി വരും, ദേശീയ നേതൃത്വം മറുപടി പറയേണ്ടി വരും, BJPയുടെ പരിഹാസം ഏറ്റുവാങ്ങേണ്ടി വരും എന്നുള്ളതൊക്കെയാണ് ഏറ്റവും പ്രധാനം. മൂന്നാമത്തെ തവണ കൂടി അല്ലെ, ഇതിനു മുൻപ് എപ്പോൾ നേടിയ വിജയത്തെക്കാളും തിളക്കമാർന്ന വിജയം 10 വർഷത്തെ ഭരണത്തിന് ശേഷം സ്വന്തമാക്കാൻ BJPക്ക് അത്ഭുതകരമായി കഴിഞ്ഞിരിക്കുന്നു ഹരിയാനയിൽ. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക വിവരം അനുസരിച്ച് 50 പിന്നിട്ടിരിക്കുകയാണ് BJP. 51-34 51 സീറ്റുകളിൽ BJP ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. 51 സീറ്റുകളിൽ ഹരിയാനയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച BJP പ്രകടനമാണിത്. BJPയുടെ ഇതുവരെയുള്ള ഏറ്റവും മികച്ച പ്രകടനം 2014-ലേതായിരുന്നു. 2014 നേടിയ സീറ്റിനേക്കാൾ കൂടുതൽ ഈ തവണ നേടുന്നു. 2019 40-ലേക്ക് വീണുപോയതാണ്. അവിടെ നിന്ന് കേവല ഭൂരിപക്ഷത്തിന് അവർക്ക് JJPയുടെ പിന്തുണ ആവശ്യമുണ്ടായിരുന്നു. ഇന്ന് JJP ചിത്രത്തിലേ ഇല്ല, അവർ തന്നെ 51. BJP ഹരിയാനയിലെ അവരുടെ ഏറ്റവും മികച്ച സീറ്റ് ഷെയറിലേക്ക് എത്തുകയാണ്.